പ്രവാസം. ഒരു ദിവസം എൻ്റെ അടുത്തൊരു യങ് പ്രിസണർ, അവൻ്റെ പേര് മുഹമ്മദ് യൂസഫ്, ബംഗ്ലാദേശിയാണ്. അവൻ വന്നു. അപ്പോൾ അവന് വിശപ്പില്ല, അവൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകും, ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കും, അതൊക്കെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ അത് ഈ പറയുന്നത് 94 സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ പരിശോധിച്ചു, അന്നത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തു, അവസാനം കണ്ടുപിടിച്ചു ഇവൻ്റെ വയറ്റിൽ ഒരു മുഴയാണ്. അത് പ്രോബബ്ലി ക്യാൻസർ. അപ്പോൾ ഒരു വയറ്റിലൊരു മുഴ എന്ന് പറയുമ്പോൾ ക്യാൻസറസ് മുഴ ആയതുകൊണ്ട് അത് നാച്ചുറലി സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നാലും ഞാൻ അവനെ പോയി കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, നല്ല വേഷമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു സുന്ദരിക്കുട്ടി. അപ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം എന്ത്? അപ്പോൾ അവൾ പറഞ്ഞു, ഇതെൻ്റെ മോളാണ്, അവൾക്ക് 18 വയസ്സായി, അവളുടെ കല്യാണമാണ്. ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കം ആയിരിക്കുമ്പോഴാണ് എന്നെ പോലീസ് പിടിക്കുന്നത്, ഞാൻ ജയിലിലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു അവൻ പറഞ്ഞു, സാറേ ഞാൻ വന്നിട്ട് 20 വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ അന്ന് ഭാര്യ ഗർഭിണിയായി, ഇന്ന് ആ മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് ആകാൻ പോകുന്നു. അപ്പം ഞാനിവിടെ ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല ഇത്രയും നാളായിട്ട്. ഈ മോളുടെ പടമല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മോളുടെ കല്യാണം പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നാട്ടിലെത്തി, എനിക്ക് ജീവനോടെ നാട്ടിലൊന്ന് എത്തി എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിന് എല്ലാം ചെയ്യുന്നതല്ല, എന്നെക്കൊണ്ട് ചെയ്യുന്നതല്ല ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പോലീസ് അധികാരികൾക്ക് എഴുതി, ഇവൻ്റെ ഒരു ടെർമിനൽ ഇല്ലസ്സാണ്, അതുകൊണ്ട് ഇവനെ റിലീസ് ചെയ്യണം. ഇങ്ങനെ പോലീസിൽ നിന്ന് റിലീസ് വാങ്ങി, ഗവൺമെൻറ്റിൽ നിന്ന് റിലീസ് വാങ്ങി. അപ്പോൾ അടുത്തപടി ഇവന് പാസ്പോർട്ടും ഇതൊന്നുമില്ല. ബംഗ്ലാദേശ് പാസ്പോർട്ടുണ്ട്, പക്ഷേ വിസയും കാര്യങ്ങളൊന്നുമില്ല. ബംഗ്ലാദേശ് എംബസിയായിട്ട് ബന്ധപ്പെട്ട് അവന് ഒരു എക്സിറ്റ് പേപ്പർ റെഡിയാക്കി ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു, നിൻ്റെ റിലീസായി, ബംഗ്ലാദേശ് എംബസിയിൽ നിന്ന് എക്സിറ്റ് പേപ്പേഴ്സ് റെഡിയായി, ടിക്കറ്റും അവർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നാളെ ബംഗ്ലാദേശ് എംബസിയിൽ നിന്ന് ഒഫീഷ്യൽസ് എൻ്റെ എക്സിറ്റ് പേപ്പർ പ്ലസ് ടിക്കറ്റുമായിട്ട് അവർ വരും. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മക്കളുടെ സ്കൂൾ അടച്ചു ഞാൻ പോവുകയാണ്. അവൻ എൻ്റെ ഉടുപ്പ് കയറി പിടിച്ച്, സാറ് പോകരുത് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അവന് പിടിവിടുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, എനിക്ക് പോയേ പറ്റുള്ളൂ, കാരണം എൻ്റെ ഫാമിലി നോക്കിയിരിക്കുകയാണ്. അവസാനം പറഞ്ഞില്ല, എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു, സാറ് പോവുകയാണെങ്കിൽ സാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു. അപ്പോൾ ഇവൻ ഇങ്ങനെ എൻ്റെ ഷർട്ടെ പിടിച്ചുകൊണ്ട് തന്നെ പിടിവിടുന്നില്ല. പിടിവിടാതെ ഇവൻ ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, സാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, സംഗതികളൊക്കെ ഞാൻ അവനെ എക്സ്പ്ലെയിൻ ചെയ്തു. നാളെ അവർ വരും, എൻ്റെ ടിക്കറ്റ് വരും, നീ നാളെ പോവും, നീ നിൻ്റെ ഫാമിലിയെ കാണും, എല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു പ്രകാരത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ച് ഇറങ്ങി. അന്ന് രാത്രി കൊച്ചിയിൽ ഇറങ്ങുന്നു. അപ്പോൾ കൊച്ചിയിൽ വെളുപ്പിന് 5 മണിയൊക്കെയാണ് ഫ്ലൈറ്റ് എത്തുന്നത്. 5:30 മണിയോടുകൂടി 5:30-6 മണിയോടുകൂടി പുറത്തിറങ്ങി. അപ്പോൾ അന്ന് ഫോൺ ചെയ്യണമെങ്കിൽ അവിടെ ആ പുറത്തൊരു കിയോസ്ക് ഉണ്ട്, ആ കിയോസ്കിൽ ക്യൂ നിന്ന് വേണം ഇങ്ങോട്ട് വിളിക്കാനായിട്ട്. ഏതാണ്ട് 20 മിനിറ്റോളം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോൺ ചെയ്യാൻ ചാൻസ് കിട്ടിയത്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വിളിച്ചു. മുഹമ്മദ് യൂസഫ് എങ്ങനെയുണ്ട്, ഹാപ്പിയല്ല? ഇല്ല സാർ, അവൻ ഇന്ന് വെളുപ്പിന് 4:30 മരിച്ചു. നോർമൽ ഡെത്ത്. അതായത് അവൻ തലേദിവസം പറഞ്ഞേ ഉള്ളൂ, സാറ് നാട്ടിലെത്തുന്നതിന് മുമ്പ്, ഇന്ത്യയിൽ കാല് കുത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ 5:30 ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നു, അവൻ 4:30 ഇവിടെ മരിക്കുന്നു. എത്ര ആലോചിച്ചിട്ട് എന്താ അതിനൊരു കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം.